നമസ്കാരം. ഇറാന്റെ യുദ്ധതന്ത്രം അതിൽ അമേരിക്ക തകർന്നു. അപ്പോഴും ഇറാന്റെ കാവലായിട്ട് റഷ്യ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഈ ആയുധ വിപണി എന്ന് പറയപ്പെടുന്ന വലിയ വ്യാപാര മേഖലയാണ്. അപ്പോൾ ആ ആയുധ വിപണിയിൽ സൈലന്റ് പവർ ഹൗസ് എന്ന് പറയപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. വമ്പൻ രാജ്യങ്ങൾ പോലും ആ പവർ ഹൗസ് നേടാൻ അല്ലെങ്കിൽ ഇറാന്റെ ഈ സാങ്കേതിക വിദ്യക്കായിട്ട് ക്യൂ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇറാൻ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്നത് ആസിമെട്രിക് വാർഫെയർ എന്ന യുദ്ധതന്ത്രത്തിലൂടെയാണ്. വില കൂടിയ ഫൈറ്റർ ജെറ്റുകളും മൾട്ടി ബില്യൺ ഡോളർ മിസൈൽ സംവിധാനങ്ങളും മാത്രം യുദ്ധം ജയിക്കുന്ന കാലം കഴിഞ്ഞു എന്നതാണ് ഇറാൻ തെളിയിച്ചിരിക്കുന്നത്. അതായത് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച എന്നാൽ ഉയർന്ന നാശശേഷിയുള്ള ഇറാനിയൻ ഡ്രോണുകൾ ഇന്ന് യുദ്ധരംഗത്തെ ഗെയിം ചേഞ്ചറുകളാണ്. ലോകം ഇറാനെ പതിറ്റാണ്ടുകളോളം ഉപരോധങ്ങളുടെ വലയത്തിൽ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, സാമ്പത്തികമായിട്ട് തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, സാങ്കേതികമായിട്ട് ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, സൈനികമായിട്ട് പിന്നിലേക്ക് തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നീക്കങ്ങളുടെയൊക്കെ പിന്നിലെ ഉദ്ദേശം എന്താണ്? അവരുടെ കാര്യക്ഷമതയാണ്. പക്ഷെ ചരിത്രം തെളിയിച്ചത് മറ്റൊന്നാണ്. ഇറാൻ തളർന്നില്ല, പകരം സ്വന്തം ആകാശത്ത് സ്വന്തം നിയമങ്ങളോടെ സ്വന്തം ശേഷിയിൽ ഒരു അദൃശ്യ സാമ്രാജ്യം തന്നെ അവർ പടുത്തുയർത്തിയിരിക്കുന്നു. ആഗോള ആയുധ വിപണിയിലെ വെറും 0.4% മാത്രമാണ് ഇറാന്റെ പങ്ക് എന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ അതിന് വെറും ഒരു ചെറിയ കണക്കായി കാണുന്നവർ വലിയൊരു യാഥാർത്ഥ്യം കാണാതെ പോവുകയാണ് എന്നുള്ളതാണ്. കാരണം ഇറാന്റെ യഥാർത്ഥ ശക്തി എണ്ണത്തിലല്ല, പ്രത്യാഘാതത്തിലാണ് എന്നുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്നത് അസിമെട്രിക് വാർഫെയർ എന്ന യുദ്ധതന്ത്രത്തിലൂടെയാണ്. വില കൂടിയ ഫൈറ്റർ ജെറ്റുകളും മൾട്ടി ബില്യൺ ഡോളർ മിസൈൽ സംവിധാനങ്ങളും മാത്രം യുദ്ധം ജയിക്കുന്ന കാലം കഴിഞ്ഞു എന്നുള്ള തരത്തിൽ അത് ഇറാൻ തെളിയിച്ചു കഴിയുകയും ചെയ്യുന്നുണ്ട്. അതായത് കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച എന്നാൽ ഉയർന്ന നാശശേഷിയുള്ള ഇറാനിയൻ ഡ്രോണുകൾ ഇന്ന് യുദ്ധരംഗത്തെ ഗെയിം ചേഞ്ചറുകളായി മാറുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും കുഴപ്പത്തിലാക്കുന്ന ഈ ലോ കോസ്റ്റ് ഡ്രോണുകൾ കുറച്ചു പണം കൂടുതൽ ആഘാതം എന്ന പുതിയ സൈനിക സിദ്ധാന്തമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് റഷ്യയെ പോലെ ഒരു വൻ സൈനിക ശക്തി ഇറാന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ കയറ്റുമതി തന്ത്രത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് റഷ്യയുണ്ട്. 2020-2024 കാലയളവിൽ ഇറാന്റെ മൊത്തം ആയുധ കയറ്റുമതിയുടെ ഏകദേശം 80% റഷ്യയിലേക്കായിരുന്നു നടന്നത് എന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കിൽ പറയുന്നു. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് വ്യക്തമാകുന്നില്ലേ? യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യയുടെ ആയുധ വിതരണ ശൃംഖലയെ തകർത്തപ്പോൾ ഇറാനിൽ നിർമ്മിച്ച ആളില്ലാത്ത വ്യോമവാഹനങ്ങൾ റഷ്യയുടെ യുദ്ധ ലോജിസ്റ്റിക് സംവിധാനത്തിന്റെ കീഴിലേക്ക് അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. ഇത് വെറും ഒരു ആയുധ ഇടപാടല്ല, മറിച്ച് പാശ്ചാത്യ ആധിപത്യത്തിനെതിരെ രൂപപ്പെടുന്ന ഒരു സമാന്തര സുരക്ഷാ അച്ചുതണ്ടിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ് എന്ന് പറയാം. അതാണ് ഞാൻ പറയുന്നത്, റഷ്യ ഒരു കാവലാളായി ഉണ്ടാകുന്നത് പോലും ഇറാൻ ഒരു തുണയാണ്. ഇറാന്റെ ആയുധക്കരത്തും രാഷ്ട്രീയ സ്വാധീനവും ഇന്ന് മിഡിൽ ഈസ്റ്റിലെ മണൽപ്പരപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് പറയട്ടെ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനിസ്വേലയിലേക്കും ഇറാന്റെ സാങ്കേതിക വിദ്യ ഇന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഇറാന്റെ ആകെ കയറ്റുമതിയുടെ 11% മാത്രമാണ് വെനിസ്വേലയിലേക്ക് പോകുന്നത്. എങ്കിലും ഈ ബന്ധം ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. വെറും ഒരു ആയുധ കച്ചവടത്തിനപ്പുറം ആധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ കൈമാറുന്നതിലും പ്രാദേശികമായിട്ട് അവ നിർമ്മിക്കുവാൻ സഹായിക്കുന്നതിലുമാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ്. കടുത്ത അന്താരാഷ്ട്ര നിയമങ്ങൾക്കിടയിലും തങ്ങളുടെ സാങ്കേതിക ആത്മവിശ്വാസം കൈവിടാതെ ലോകത്തിന്റെ മറുപുറത്ത് പോലും സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ഇറാന്റെ ആത്മബലമാണ് ഈ കൂട്ടുകെട്ടിലൂടെ വെളിപ്പെടുന്നത്. അപ്പൊ ഇത്തരം വളർച്ചയാണ് അമേരിക്കയെ പോലുള്ള ശക്തികളെ അസ്വസ്ഥരാക്കുന്നത്. ഇറാൻ വെനസ്വേല ഡ്രോൺ ശൃംഖലയെ ലക്ഷ്യമിട്ട് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ, ആയുധ കയറ്റുമതി തടയുവാനുള്ള ശ്രമം, അത് മാത്രമല്ല ഇറാന്റെ സ്വതന്ത്ര പ്രതിരോധ വികസന മാതൃകയെ അതിനെ തന്നെ നിയന്ത്രിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ചരിത്രം വീണ്ടും തെളിയിച്ചത് ഇതാണ്, ഓരോ ഉപരോധവും ഇറാനെ പിന്നോട്ടല്ല മുന്നോട്ടാണ് തള്ളിയത് എന്നുള്ളതാണ്. സാങ്കേതിക ചാതുരിയും പുതിയ പങ്കാളിത്തങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവർ ഓരോ തടസ്സവും ഓരോ അവസരമാക്കി മാറ്റി അവർ മുന്നേറുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ മറ്റൊരു ശക്തമായ എന്നാൽ വിവാദപരമായിട്ടുള്ള വശം സംസ്ഥാനേതര സായുധ ഗ്രൂപ്പുകളിലേക്കുള്ള പിന്തുണയാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം ഇറാന്റെ കയറ്റുമതിയിലെ ഏകദേശം 7.1% യമനിലെ ഹൂത്തി സേന പോലുള്ള സഖ്യകക്ഷികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പല രാജ്യങ്ങളും പരസ്യമായി ഇടപെടാൻ മടിക്കുന്ന ഈ മേഖലയിൽ പ്രാദേശിക ശക്തി സമത്വം നിലനിർത്തുക എന്ന
ദീർഘകാല തന്ത്രമാണ് ഇറാൻ പിന്തുടരുന്നത്. പ്രോക്സി യുദ്ധം എന്ന വിമർശനം ഉയരുമ്പോഴും സ്വന്തം സുരക്ഷാ വലയങ്ങൾ അതിർത്തികൾക്കപ്പുറത്ത് ഉറപ്പിക്കുക എന്നതാണ് ടെഹ്റാന്റെ കണക്കുകൂട്ടലുകൾ എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് വെണ്ണപ്പണത്തിന്റെ ബലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി തുടരുന്ന സാഹചര്യത്തിൽ സ്വയം വികസിപ്പിച്ച പ്രതിരോധ സാങ്കേതിക വിദ്യകൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് ഇറാൻ വേറിട്ട് നിൽക്കുന്നു. പഴയ അമേരിക്കൻ F-14 ടോം കാറ്റ് വിമാനങ്ങളെ പോലും സ്പെയർ പാർട്സ് ഇല്ലാതെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി ഇന്നും ആകാശത്ത് നിലനിർത്തുന്ന ഇറാന്റെ കഴിവ്, സ്വയം പര്യാപ്തത വെറും മുദ്രാവാക്യമല്ല എന്ന് തെളിയിക്കുകയാണ്. 2006 മുതൽ തുടർന്ന അമേരിക്ക ഉപരോധങ്ങളും JCPOA കരാറിന് ശേഷമുള്ള ഭാഗിക ഇളവുകളും പിന്നീട് വീണ്ടും വന്ന കർശന നിയന്ത്രണങ്ങളും ഈ എല്ലാം തന്നെ ഇറാനെ തകർക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതേ അനുഭവങ്ങളാണ് 2015, 2019 കാലയളവിനെ അപേക്ഷിച്ച് 2020 ശേഷം ആയുധ കയറ്റുമതിയിൽ 749% വളർച്ച കൈവരിക്കുവാൻ ഇറാനെ സഹായിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ ഇറാനെ പഠിപ്പിച്ചത് ഒരൊറ്റ കാര്യമാണ്: സ്വന്തം കാലിൽ നിൽക്കുന്നത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു. അതായത് അവസാനമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊന്നുമല്ല, ഇറാന്റെ ആയുധ കയറ്റുമതി എന്ന് പറയപ്പെടുന്ന കഥ വെറും ഒരു കണക്കുകളുടെ കഥയല്ല. അത് ആത്മവിശ്വാസത്തിന്റെ, രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ, കൂടാതെ ബഹുപക്ഷ ലോകക്രമത്തിൽ സ്വന്തം ഇടം പിടിച്ചെടുക്കുവാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ കഥയാണ്. ആയുധ വിപണിയിലെ 18ാം റാങ്ക് എന്നതിലുപരി ലോകത്തിലെ ഏത് വമ്പൻ ശക്തിയെയും കണക്കുകൂട്ടുവാൻ നിർബന്ധിതരാക്കുന്ന ഒരു സൈലന്റ് പവർ ഹൗസായി ഇറാൻ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇറാന്റെ ഉപരോധങ്ങൾ അല്ലെങ്കിൽ ഈ ഇറാന്റെ പ്രതിഷേധങ്ങൾ മറുപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ നയിപ്പിക്കുമെന്ന് തോന്നിയ ആ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയെ പിന്മാറാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ചെറിയ മീനല്ല എന്നുള്ളതാണ്, ഒരു പരൽ മീനല്ല ഇറാൻ എന്നുള്ളതിന്റെ തെളിവാണ് വലിയൊരു യുദ്ധത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്മാറി വേണ്ടി വന്നത് എന്നുള്ളതാണ്. ട്രംപിന്റെ ബുദ്ധിയില്ലായ്മയിൽ ഒരു യുദ്ധം ഉണ്ടാക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇറാൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ബാക്കി രാജ്യങ്ങൾ, അതായത് സഖ്യകക്ഷികൾ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും UAE ആണെങ്കിലും അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്ക ഏത് സമയത്താണോ ഇറാനെ ആക്രമിക്കുന്നത് അതിന്റെ അടുത്ത നിമിഷം ഈ 3 രാജ്യങ്ങളും മിസൈലുകൾ പതിച്ചിരിക്കുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മറുപടി. ആ മറുപടിയിൽ ഭയന്നാണ് അമേരിക്കയും അമേരിക്കയുടെ നാഥനായ ട്രംപും വിരണ്ടോടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനെ ഒരിക്കലും ആർക്കും എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്.